നമസ്കാരം. അനിൽ ആന്റണിക്കെതിരെ പൊട്ടിത്തെറിച്ച് അച്ഛൻ AK ആന്റണി. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയ അനിൽ ആന്റണി ഇക്കുറി പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ്. എന്നാൽ അച്ഛന്റെ ആശീർവാദങ്ങളോ അനുഗ്രഹങ്ങളോ മകൻ ഉണ്ടാവില്ല എന്ന് ആന്റണി തീർത്തു പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി തോൽക്കണമെന്നും AK ആന്റണി തുറന്നടിച്ചു. BJPക്ക് ഇനി കേരളത്തിൽ സുവർണ കാലഘട്ടം ഉണ്ടാകില്ല എന്നും ആന്റണി വിശദീകരിച്ചു. പതിവ് ശൈലികൾ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുകയായിരുന്നു ആന്റണി. കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരെ കടന്നാക്രമിക്കുകയായിരുന്നു ആന്റണി. അതിനിടെ താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നും ആന്റണിക്ക് മറുപടിയായി അനിൽ K ആന്റണിയും പ്രതികരിച്ചു. BJPയുടെ ജയം കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളായി കോൺഗ്രസ് നേതാക്കൾ മാറുമെന്നും അനിൽ K ആന്റണി തിരിച്ചടിച്ചു. പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകില്ല എന്ന് ആന്റണി പറഞ്ഞു. എന്നാൽ BJPയെയും അനിൽ K ആന്റണിയെയും കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ AK ആന്റണി. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPക്കൊപ്പം ചേരുന്നത് തെറ്റാണ് എന്ന് AK ആന്റണി പറഞ്ഞു. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. അത് തന്നെയാണ് തുടക്കം മുതൽ നിലപാട്. മക്കളെപ്പറ്റി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ആ ഭാഷ ശീലിച്ചിട്ടില്ല. താൻ പ്രചരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. BJPയുടെ സുവർണകാലം കഴിഞ്ഞു. സുവർണകാലം ശബരിമല പ്രശ്നമുണ്ടായ കാലത്താണ്. അത് കഴിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്, നിയമസഭാ തിരഞ്ഞെടുപ്പല്ല. ഇന്ത്യ അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. മരണ പോരാട്ടമാണ്. ഡു ഓർ ഡൈ. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണിത്. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാനാണ് ശ്രമം. BJP ഭരണം അവസാനിപ്പിക്കണം. RSSന്റെ പിൻസീറ്റ് ഡ്രൈവ് അവസാനിപ്പിക്കണം. ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തിരഞ്ഞെടുപ്പാണിത്. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമെന്നും ആന്റണി പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയും തന്റെ മകനുമായ അനിൽ ആന്റണി തോൽക്കണമെന്നാവശ്യപ്പെടുകയായിരുന്നു AK ആന്റണി. പത്തനംതിട്ടയിൽ ആന്റണി ജയിക്കണമെന്നും തന്റെ മതം കോൺഗ്രസ് ആണ് എന്നും ആന്റണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. ഏത് മക്കളും മോദിയോടൊപ്പം ചേരുന്നത് തെറ്റാണ് എന്ന് ആന്റണി പറഞ്ഞു. മറ്റു മക്കളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മക്കളെക്കുറിച്ച് തന്നെ കൊണ്ടധികം പറയിപ്പിക്കരുത് എന്നും ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ല എന്നും അത് തന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നും ആന്റണി പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇത്രയൊക്കെ മതി എന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം. കേരളത്തിന്റെ സമഗ്ര മേഖലയെയും തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. വനമേഖലയിലെ ജനങ്ങൾ ഓടിപ്പോകട്ടെ എന്ന ദുഷ്ടലാക്കുണ്ടോ സർക്കാരിന് എന്ന് പോലും സംശയിക്കുന്നു. പരമ്പരാഗത മേഖലയാകെ തകർന്നു കഴിഞ്ഞു. തീരദേശ ജീവിതം ദുസ്സഹമായി. ജീവിക്കാൻ വഴിയില്ലാതെ റഷ്യയിൽ യുദ്ധം ചെയ്യാൻ വരെ യുവാക്കൾ പോകുന്നു. പ്രതീക്ഷ നശിച്ച് കേരളത്തിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോയാൽ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം നാടായി മാറും. കേന്ദ്രത്തിൽ BJPക്കെതിരെയും കേരളത്തിൽ പിണറായി ദുർഭരണത്തിനെതിരെയും വിധി എഴുതണമെന്നും AK ആന്റണി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. BJPക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും. 20 സീറ്റിലും അവർ 3ാം സ്ഥാനത്തായിരിക്കുമെന്നും ആന്റണി പറഞ്ഞു. കേരളത്തിൽ ബോധപൂർവം മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് തന്റെ അഭ്യർത്ഥന. BJPയുടെ കെണിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. SDPI പിന്തുണയെ സംബന്ധിച്ച് KPCC പ്രസിഡന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് പാർട്ടിയുടെ അന്തിമ നിലപാടെന്നും ആന്റണി കൂട്ടിച്ചേർത്തു.